ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു ടോപ്പിക് അബൌട്ട് ചക്ര. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ചക്ര എന്ന് പറയുന്നത്. ഇതാണ് കണ്ട് നമ്മുടെ പണ്ടത്തെ രാജാവിൻ്റെ വളമൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നോക്കുമ്പോൾ അതാ ഞാൻ കാണിക്കാം, കണ്ടോ, ഒരു ശംഖൊക്കെ പോലെ എഴുതുന്നുണ്ട്. ഇവിടെയൊക്കെ ചക്രം, ഒരു ചക്രം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കാണിച്ചു തരാം, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതായില്ല. കണ്ടോ, ഇവിടെ ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ ഒരു ചക്രം എന്ന് വെച്ചാൽ ഇവിടെ നാണയമില്ലേ, നാണയം അല്ലെങ്കിൽ ഈ ചില്ലറ, അതിനകത്ത് ഒരു മെയിനായിട്ടുള്ള ഒരു കോയിനാണ് ആയിരുന്നു. ഒരു ചക്രം എന്ന് പറഞ്ഞാൽ 16 കാശുകാർക്ക് തുല്യ. 16 കാശുകാർക്ക് എന്തല്ലേ. അതുപോലെ തന്നെ ഇത് 1790 ധർമ്മരാജാവിൻ്റെ കാലത്ത്, അല്ല ഭരണകാലത്താണ് ചെമ്പ് നാണയങ്ങൾ കാശായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാശെന്ന വാക്ക് കാലം മാറിയപ്പോൾ നാണയമായി, അങ്ങനെ ഇപ്പോൾ സാധാരണയായി ഉപയോഗിക്കാൻ തുടങ്ങി ആ വാക്ക്. എന്താണ് ചില്ലറയായിട്ടില്ല, അതിന് മുമ്പേ ഇതിൻ്റെ കാലം കഴിഞ്ഞു. ഓക്കെ, ഇപ്പം ഇതിൻ്റെ ഒരു നമ്മുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 1500 അതിൻ്റെ ഒരു അടുത്ത് നിൽക്കും. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മൾ ഇനി മെയിനായിട്ട് പറയാനുള്ളത്. പെട്ടെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട് ഞാൻ, ലാഗ് അടിപ്പിച്ചില്ല. ഇതാണ് നമ്മളെ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരുന്നില്ല ക്ലിയർ ആയിട്ട്. ചെറിയൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഡാമേജ് ഒക്കെ സൈഡിൽ. ചെറിയ പഴക്കമുള്ള കോയിൻ ആയതുകൊണ്ട് ഇവിടെയൊക്കെ ഒരു ക്ലാരിറ്റി അല്ല, എന്താ പറയുക, ഇത്തിരി അഴുക്കൊക്കെ ഉണ്ട്. അഴുക്കാണ് എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല. ഇതൊക്കെയുണ്ട്. ഞാൻ ഇച്ചിരി ക്ലീൻ ആക്കി എടുത്തതാണിത്, ഇതൊന്നും കാണൂലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇത്ര ക്ലീനായിട്ട് വന്നിട്ടുണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തിരുവിതാംകൂറിലെ ഒരു ചക്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസിനാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ഓക്കെ, നമുക്കിനി ഇതുപോലത്തെ വീഡിയോസ് പിന്നെയും കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ വിത്ത് ചക്ര.